So നമ്മൾ മോഡൽ ഡിഫൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കമ്പൈൽ ദ മോഡൽ. സോ മോഡൽ ഡെഫിനേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞാൽ മോഡൽ ഡോട്ട് കമ്പൈൽ സ്റ്റെപ്പാണ്. ഇവിടെയും നമ്മൾ കുറച്ച് ഹൈപ്പർ പാരാമീറ്റേഴ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. എന്ത് ഒപ്റ്റിമൈസറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യുക. നമ്മൾ എപ്പോഴും ആഡമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ലോസ് നമ്മൾ പറഞ്ഞു മോഡേൺ ഡേ ANNs ഹാവ് ബാക്ക് പ്രൊപ്പഗേഷൻ. അപ്പോൾ നമ്മൾ ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ലോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ലോസ് യൂസ് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇതിവിടെ ഒരു മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആയത് കാരണം ദ ലോസ് ഫംഗ്ഷൻ ഇസ് കാറ്റഗോറിക്കൽ ക്രോസ് എൻട്രോപ്പി. അതൊരു ബൈനറി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബൈനറി ക്രോസ് എൻട്രോപ്പി. ദെൻ മെട്രിക്സ് ഇസ് ആക്യുറസി. ഇത് നമ്മൾ ഡീപ്പ് ലേണിംഗ് മോഡൽസ് ട്രെയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ സൈമൾട്ടേനിയസ്ലി ടെസ്റ്റും കൂടി ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് വാലിഡേഷൻ. അപ്പോൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട ഇവാലുവേഷൻ മെട്രിക് നമ്മൾ മോഡലിനെ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആ ടെസ്റ്റ് ചെയ്തിട്ട് ആ പെർഫോമൻസിനെ അളക്കാൻ ഉപയോഗിക്കുന്ന മെട്രിക്കാണ് ആക്യുറസി. നമ്മൾ മോഡൽ ഡോട്ട് ഫിറ്റ് സ്റ്റേജിൽ നമ്മളൊരു വാലിഡേഷൻ സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ വിസൈഡ് നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് വാലിഡേഷൻ. ആൻഡ് ഇവിടെ വാലിഡേഷൻ സ്പ്ലിറ്റ് ഇസ് ഈക്വൽ ടു 0.1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുക്കുന്ന ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന് ഒരു 0.1 അല്ലെങ്കിൽ 10% ഡേറ്റ വാലിഡേഷനിലോട്ട് കൊടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാലിഡേഷൻ ചെയ്യാൻ യൂസ് ചെയ്യേണ്ട മെട്രിക്സ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തത്, വിച്ച് ഇസ് ആക്യുറസി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മോഡൽ ഡോട്ട് ഫിറ്റ് ചെയ്യുന്നു. വെരി സിമിലർ ടു വാട്ട് വി ഡിഡ് ഇൻ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. സോ നമ്മൾ ട്രെയിനിങ് ഡേറ്റ പാസ് ചെയ്യുന്നു. ദെൻ ഇപ്പോക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐട്രേഷൻസ് ഓർ നമ്പർ ഓഫ് ടൈംസ് ദ മോഡൽ ഇസ് ലേണിംഗ് ദ ഡേറ്റ. ദെൻ വാലിഡേഷൻ സ്പ്ലിറ്റ്. സോ ഇത്രയും കൊടുക്കുക. ദെൻ ഈ സ്റ്റെപ്പ് റൺ ചെയ്യുമ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ 5 എന്ന് പറയുന്നത് വളരെ ലെസ് നമ്പർ ഓഫ് ഇപ്പോക്സ് ആണ്. യൂഷ്വലി നമ്മൾ ഹൺഡ്രഡ്സ് ഓഫ് ഇപ്പോക്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇവിടെ 5 ഇപ്പോക്സ് മാത്രമുള്ളത് കാരണം അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ട്രെയിൻ ആകും.